ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മിറർ ആർട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു ഫോൺ കേസിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സ്പോഞ്ച് കണ്ടുപിടിച്ചു അതിനായിട്ട്. അപ്പോൾ കേസ് നമുക്ക് ഗാലക്സി തീമിൽ ഒരു ഫോൺ കേസ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അതിനായിട്ട് കളറൊക്കെ എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഈ ബ്ലാക്ക് ഞാൻ എങ്ങനെ ആക്കും? പർപ്പിൾ വേണം, പർപ്പിൾ എൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെ ആക്കും? ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എല്ലാ കളറും പുറത്തെടുത്തിട്ട് ഞാൻ അന്ന് ഹോളിയായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്തതൊക്കെ വേറൊരു ദിവസമാണ്. അതായത് ഇന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തത്. ഇന്നാണ്, അതായത് ഇന്നാകുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോളി തീമിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം ഈസി ആയിരിക്കണം, സിമ്പിളായിരിക്കണം, പിന്നെന്താ വേറൊന്നും ഒരുപാട് കളറൊന്നും വേണ്ട, അങ്ങനത്തെ ഭയങ്കര സിമ്പിളായിട്ട് നല്ല ക്യൂട്ട് ആയിരിക്കണം, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. അപ്പം എനിക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല. പക്ഷേ ഞാൻ കുറേ തപ്പിയപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു, ഇങ്ങനെ കുറച്ച് കളർ ഇങ്ങനെ അടിച്ചടിച്ചിട്ടിട്ട് അതിനിങ്ങനെ സ്പോഞ്ച് വെച്ചൊന്ന് കുത്തി കൊടുക്കുമ്പം അത് നല്ല രസമായിരിക്കും. ഇതുപോലത്തെ കളർ വെച്ചിട്ട് അതിന് സ്പോഞ്ച് ഇട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കും എനിക്ക് അതുപോലത്തെ ഒരു ഫോട്ടോ തന്നെ കിട്ടി, ഇമേജ് തന്നെ കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സ്പോഞ്ചൊക്കെ എടുത്ത് ഇങ്ങനെ തേച്ച് തുടങ്ങി. ഫസ്റ്റത്തേനും എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തി വന്നില്ല, അതുകൊണ്ടാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇതായിരുന്നു ലുക്ക്. അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഗീസ്. അപ്പം ഞാൻ കുറച്ച് വൈറ്റ് പെയിൻ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വേറെ സ്പോഞ്ച് എടുത്തു. കാര്യം എന്ന് വെച്ചാൽ മറ്റേ സ്പോഞ്ചിൽ മൊത്തം കളറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ സ്പോഞ്ച് എടുത്ത് ഇതിങ്ങനെ ആക്കി കൊടുത്തു. അപ്പം ഗീസ് ചെറുതായിട്ടൊരു പണി കിട്ടിയതുപോലെ തോന്നി. പിന്നെ ഗീസ് എനിക്ക് പണി കിട്ടി. എൻ്റെ കയ്യിൽ വൈറ്റ് പെയിൻറ്റ് വളരെ കുറവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വൈറ്റ് പെയിൻറ്റാണ്. അപ്പം മൊത്തത്തിൽ കുളമായി. അങ്ങനെ ഞാൻ എന്തോന്ന് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് ഗീസ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ പോയി കഴുകിയിട്ട് നല്ല ക്ലീനാക്കി കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്താലും അതിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സുഖം കാണത്തില്ല. നല്ല സ്മൂത്തായിട്ട് വരണം എന്നുണ്ടെങ്കിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ എൻ്റെ കയ്യിലില്ലാത്ത വൈറ്റ് പെയിൻറ്റ് എവിടെ നിന്നൊക്കെ ഒപ്പിച്ചിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ സ്പോഞ്ച് വെച്ച് ഞാൻ അടിച്ചു നോക്കി. ഇല്ലാത്ത വൈറ്റ് പെയിൻറ്റ് അടിച്ചെന്ന് വെച്ചാൽ അത് നല്ലപോലെ കുത്തി തോണ്ടിയെടുത്താണ് ഞാൻ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്തു. നേരത്തെ ചെയ്ത സംഭവം തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് ഞാൻ നല്ല സൂക്ഷ്മമായി വേഗമായി ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് എനിക്കൊരു പണി കിട്ടി. എൻ്റെ വീഡിയോ എല്ലാം പോയി. ഞാൻ ഇടയ്ക്ക് വെച്ചെടുത്ത വീഡിയോ എല്ലാം പോയി ഗൈസ്. അത് 2 മിനിറ്റ് കൂടുതലോളം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. പിന്നെ ദേഷ്യപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഗ്ലൗസ് ഇട്ടാലോ എന്ന്. കാര്യം കയ്യിൽ മൊത്തവും ഇങ്ങനെ പെയിൻറ്റ് പിടിച്ചിരുന്നു, നെയിലിൽ മൊത്തം പെയിൻറ്റ് പിടിച്ചിരുന്നു. അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടാലോ എന്ന് വിചാരിച്ചു. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ കീറിപ്പോയാലോ എന്ന്. അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അവസാനം കഴുകിക്കൊള്ളാന്ന് വെച്ച് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ നമ്മുടെ മിറർ ആർട്ടിലെ സംഭവമായിട്ടുള്ള ആ ഒരു ഡിസൈൻ ഞാൻ ഇവിടെയും കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത കേസ് എനിക്ക് ഫൈനലി ഒരു ഡിസൈൻ കിട്ടി. എങ്ങനെയോ കിട്ടി, പക്ഷേ നല്ല സന്തോഷമായി കേസ്. അപ്പം ഞാൻ ഡാർക്ക് ബ്ലൂ ആണ് അടിച്ചത്. അപ്പം കുറച്ചുകൂടി ലൈറ്റാക്കാൻ കുറച്ചുകൂടി വൈറ്റ് അടിച്ചു. എവിടെ നിന്നൊക്കെയോ ആണ് ഒപ്പിച്ചത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേസ്. പക്ഷേ ഒരു സ്മൂത്ത്നെസ് ഇല്ലായിരുന്നു. കാര്യം പെയിൻറ്റ് ഒരുപാടായിട്ട് അടിച്ചതുകൊണ്ട് ഒരു സ്മൂത്ത്നെസ് വന്നില്ല. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത കളിയിൽ കാണുന്നവരെ ബൈ.